ഹലോ ഹായ് നമസ്കാരം. ഇതൊരു കാഷ്വൽ ടോക്കാണ്. ചില ആളുകൾ സാധാരണ നമ്മളൊരു സിനിമ ഇറങ്ങി ഒരു റിവ്യൂ ഇട്ടിട്ട് അതിന് ശേഷം വളരെ പെട്ടെന്നൊരു എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ ന്യായീകരണം എന്നൊക്കെ പറയും. ഇതെന്തായാലും അങ്ങനെയല്ല. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ആളുകൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ എന്ന് വിഷമം തോന്നിയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ആ കാര്യം ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടി, ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈ തന്നിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഐ നോബഡി എന്ന സിനിമയുടെ ഒരു എക്സ്പ്ലനേഷൻ, OTTക്ക് മുമ്പുള്ള എക്സ്പ്ലനേഷൻ. OTT വന്നു കഴിയുമ്പോൾ നമുക്ക് വിപുലമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ആദ്യം ഒരു അപ്രിസിയേഷൻ ആ ടീമിന് കൊടുക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, മൂവി റിവ്യൂവേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് യൂട്യൂബിൽ ഇപ്പോൾ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന റിവ്യൂവേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധാരണ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കും. അതായത് ഈ റിവ്യൂ കാരണം സിനിമ തകരുന്നു എന്ന് പറഞ്ഞിട്ട് റിവ്യൂവിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ മാത്രം. ഇപ്പോൾ സിനിമ കൊള്ളില്ലെങ്കിലും ഓഡിയോ നന്നായിരുന്നു എന്ന് കോക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സിനിമ ഒട്ടും എൻഗേജിങ് അല്ലായിരുന്നു, ഭയങ്കര ബോറടി ആയിരുന്നു, പക്ഷേ നല്ല വിഷ്വൽസ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ല കുറച്ചൊക്കെ ചിരിക്കാനുണ്ടായിരുന്നു, വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും കുറച്ച് ചിരിക്കാനുണ്ടായിരുന്നു എന്ന് ഷസാം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്, പോസിറ്റീവ് പറഞ്ഞ് അതുമാത്രം കട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ വീഡിയോ അടിച്ചിട്ട് ഇവർ ഈ സിനിമയുടെ പ്രൊമോഷനാക്കും. അതായത് എല്ലാ റിവ്യൂവേഴ്സും പോസിറ്റീവ് പറഞ്ഞു എന്നുള്ളൊരർത്ഥത്തിൽ. പക്ഷേ ഐ നോബഡിയുടെ ടീം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തരും സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളെ ആ അഭിപ്രായമായി തന്നെ അവരുടെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാതെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം ഓരോരുത്തർക്കും സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന പെർസ്പെക്റ്റീവ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ വീഡിയോയുടെ അവസാനം പറയുന്നത്, സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്, എല്ലാ സിനിമകളും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടാൻ അർഹതയുള്ളതുമാണ്. അങ്ങനെ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് സിനിമയെക്കുറിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ആ സിനിമയെ സംബന്ധിച്ച് പ്രധാനമായി ഫസ്റ്റ് ഡേ മുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഹാഫ് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു, ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗായിപ്പോയി, അതുകൊണ്ട് സിനിമ താഴെയായിപ്പോയി. ആ ഫസ്റ്റ് ഹാഫിൻ്റെ പഞ്ച് കിട്ടിയില്ല, ഒരു ഹേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ഒത്തു വന്നില്ല എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ എന്തായാലും പോസിറ്റീവ് നെഗറ്റീവ് അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ആ അഭിപ്രായങ്ങളായി തന്നെ വെച്ചിട്ട് നിങ്ങളുടേതായ ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കും എന്നാണ് അവർ പറയുന്നത്. അതെനിക്കൊരു നല്ല സ്ട്രാറ്റജി ആയിട്ട് തോന്നി, അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ പറയാൻ പോകുന്നത് സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് അതിൻ്റെ ക്ലൈമാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഈ സിനിമയുടെ കോർ തീമായി വന്നിരുന്നെങ്കിൽ എന്ന് എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുള്ള ഒരു കാര്യവും കൂടി ചേർത്തിട്ടാണ് സംസാരിക്കുന്നത്. സോ സിനിമ കാണാത്ത ഒരാൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അയാൾക്കത് കട്ട സ്പോയിലറായിരിക്കും. അതുകൊണ്ട് സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണാതിരിക്കുക. സിനിമ തിയേറ്ററിലുണ്ട്. സിനിമ ഒരു വർത്ത് വാച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കുറ്റം പറഞ്ഞ് എഴുതി തള്ളി നശിപ്പിച്ച് കളയേണ്ട ഒരു സിനിമ എന്നുള്ളതിനും അപ്പുറത്തേക്ക് അതിനകത്ത് ഒരുപാട് എഫേർട്ട് ഉണ്ട്, ഒരുപാട് ഗംഭീര എലമെൻറ്റുകളുണ്ട്, അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ട ഘടകങ്ങളുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും, കണ്ടതിന് ശേഷം ഈ വീഡിയോ തുടർന്ന് കാണുമെന്നേ ഞാൻ പറയുള്ളൂ. സിനിമ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സോ റിവ്യൂവിൽ ഞാൻ പറഞ്ഞ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്ത, ഞാൻ കണ്ണ് നിറഞ്ഞു പോയ ആ സീക്വൻസ് എന്ന് പറയുന്നത്, ഈ സിനിമയിലെ പൃഥ്വിരാജ്, പാർവതി ക്യാരക്ടേഴ്സിൻ്റെ ദമ്പതികളുടെ മൂത്ത മകളെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം അച്ഛൻ ഒരുപാട് ആളുകളോട് ഫൈറ്റ് ചെയ്യുന്നു. ഈ സിസ്റ്റത്തിനോട് തന്നെ ഫൈറ്റ് ചെയ്ത് എൻ്റെ മക്കൾക്ക് സ്വസ്ഥമായി സ്കൂളിൽ പോകാൻ പറ്റണം, അതിനുവേണ്ടിയുള്ള ആ അവകാശത്തിന് വേണ്ടി ആ അച്ഛൻ പോരാടുന്നു. അമ്മ, എൻ്റെ മക്കളാണ് എൻ്റെ ലൈഫ്, അതിന് തടസ്സമാവുന്നത് എൻ്റെ ഭർത്താവാണെങ്കിൽ പോലും അയാളെയും ഉപേക്ഷിച്ച് എൻ്റെ മക്കൾക്കൊരു നല്ല ലോകമുണ്ടാകാൻ ഞാൻ കഷ്ടപ്പെടും എന്നൊക്കെ പറയുന്ന ആ അമ്മ ഒരു സൈഡിൽ, ഇവർ രണ്ടുപേരും കൂടി മകളെ തിരിച്ചു കിട്ടി എന്ന ആശ്വാസത്തിൽ നിൽക്കുന്ന സമയത്ത് അശോകൻ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യ കഥാപാത്രം ബീന ആർ ചന്ദ്രൻ, അവർ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവായിട്ടുള്ള മികച്ച അഭിനേത്രിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. നമ്മളും ആ വർഷത്തെ സിനിമകളുടെ എല്ലാത്തിൻ്റെയും കണക്കെടുത്ത് ഏറ്റവും മികച്ച അഭിനേത്രിക്കുള്ള പുരസ്കാരം ഇവർക്കല്ലാതെ മറ്റാർക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളതുമാണ്. ഇതിൻ്റെ റിവ്യൂവിൽ എനിക്ക് പേര് പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രതീക്ഷിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പേര് പറയാതെ വിട്ടിട്ടുള്ള അഭിനേതാവാണ്. ഷീ ഈസ് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്, വണ്ടർഫുൾ വോയിസ് മോഡുലേഷൻ. എനിക്ക് അവിടെയാണ് അത് ഏറ്റവും ഗംഭീരമായിട്ട് തോന്നുന്നത്. സാറിൻ്റെ മകളെ സാറിന് തിരിച്ചു കിട്ടിയോ സാർ? ഈ ചോദ്യത്തിന് വേണമെങ്കിൽ നമുക്ക് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റിൽ മറ്റേ പുണ്യാളം ചോദിക്കൂലേ, നീ ജയമെന്ന് കരുതിയതൊക്കെ ജയമായിരുന്നോ പ്രാഞ്ചി എന്ന് ചോദിക്കുന്ന, വേണമെങ്കിൽ അങ്ങനത്തെ ഒരു മോഡുലേഷനിലൊക്കെ ഇവരതൊന്നുമല്ല ചെയ്തത്. അവർ ക്യാരക്ടറായിരുന്നു. ആ ക്യാരക്ടർ ചോദിക്കുന്ന അവരുടെ ഒരു സംസാര ശൈലിയിൽ നിൽക്കുന്ന സാറിൻ്റെ മോളെ തിരിച്ചു കിട്ടിയോ സാറേ എന്ന് ചോദിക്കുമ്പോൾ അത് വളരെ സട്ടിലാണ്, ഭയങ്കര ഈ ഡൗൺ ടു എർത്ത് എന്നല്ല ഞാൻ പറയുന്നത്, ആ ക്യാരക്ടറിലേക്കാണ്. പക്ഷേ അവർ ആ ചോദ്യം ചോദിക്കുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടാണ്. അവർക്ക് അവരുടെ മകളെ തിരിച്ചു കിട്ടിയോ? നമ്മളിത് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പൃഥ്വിരാജും പാർവതി അവതരിപ്പിച്ചിരിക്കുന്ന രാജീവൻ മീര ദമ്പതികളുടെ കാര്യം എടുക്കാം. അവർ തുടക്കം മുതലേ വഴക്കും പ്രശ്നങ്ങളൊക്കെയാണ്. ഇവരുടെ വഴക്കും പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ കണ്ടു വളരുന്നത് ഈ മൂത്ത പെൺകുട്ടിയാണെന്ന് സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടുന്ന സമയത്ത് രാജീവൻ്റെ മനസ്സിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഫ്രെയിം
പേടിച്ചിരിക്കുന്ന മൂത്ത മകളുടെയാണ്. ഇളയ മകളുടെ അതിലില്ല. നമ്മുടെ നാട്ടിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായി തമ്മിത്തല്ലും ഇപ്പോൾ കൊല നടക്കുമെന്ന് പറയുന്ന പോലത്തെ സിറ്റുവേഷൻ വന്നാലും നമ്മൾ പറയാം പിരിയരുത്, മക്കൾക്ക് വേണ്ടി പിരിയരുതെന്ന്. പക്ഷേ നിങ്ങൾ ആ ലാസ്റ്റ് ഫ്രെയിം, രാജീവിൻ്റെ മനസ്സിൽ വരുന്ന ലാസ്റ്റ് ഫ്രെയിം ഒന്ന് നോക്കണം. അയാൾ ദേഷ്യം വന്ന് ഒരു വെയ്സ് എടുത്തെറിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ കണ്ണിൻ്റെ മുമ്പിൽ കൂടിയാണത് പോയി പൊട്ടിച്ചെതറുന്നത്. അത് കണ്ട് ഞെട്ടിധരിച്ചിരിക്കുന്ന ആ കുഞ്ഞിനെയാണ്. അതുപോലെ പേടിച്ചരണ്ടിരിക്കേണ്ടി വരുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. നമ്മൾ പുറമേ കാണുന്ന, നമ്മളിപ്പോൾ ഈ രണ്ട് പേരെയും, ഈ അച്ഛനമ്മമാരെ, അവരെ ആസ് എ പാർട്ട്ണർ നമ്മൾ പുറമേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളൊരു ഗവൺമെൻറ് സെർവൻ്റാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ഇൻഷുറൻസ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അവർ സെറ്റിൽഡാണ്. അവർക്ക് സ്വന്തമായിട്ട് ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റ് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടൊരു ഫ്ലാറ്റ് തന്നെയാണ്. അമ്മ അവരൊരു സ്കൂൾ ടീച്ചറാണെന്ന് എവിടെയോ ഞാൻ കേട്ടു. പക്ഷേ ഹോട്ടലിലോ ഹോസ്പിറ്റലിലോ അതിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിവേ, അവരും നല്ല സാലറി വാങ്ങിക്കുന്ന ഒരാളാണ്. ഇവർ രണ്ടുപേരും ഉണ്ട്. സാമ്പത്തികമായി അവർ സേഫാണ്. രണ്ടുപേരും നോക്കൂ, കാഴ്ചയിൽ നല്ല ചേർച്ചയൊക്കെ അല്ലേ, അവർക്ക് എന്തിൻ്റെ കുറവാണ് എന്ന് പുറമേ നോക്കുന്ന ഏതൊരാൾക്കും തോന്നുന്ന കാര്യമാണ്. അവർ ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിച്ചാൽ പോരെ, ചുമ്മാ പിള്ളേരെ ഓർത്തിട്ട്. പക്ഷെ അങ്ങനെയല്ല, അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട്. ഫ്രം ദ ബിഗിനിങ്, കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് മുമ്പേ അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷവും പ്രശ്നങ്ങൾ തുടരുന്നുണ്ടായിരുന്നു. നമ്മുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ സ്നേഹമുള്ള കുടുംബത്തിലെ കുട്ടികളുണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഈ വഴക്കും പ്രശ്നങ്ങളും എല്ലാം നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതിനിടയിൽ എങ്ങനെയൊക്കെയോ പിള്ളേരുണ്ടാവുന്നു എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഉണ്ടായതാണ് ആ മൂത്ത കുട്ടി. രണ്ടാമത്തെ കുട്ടിയും കൂടി ഉണ്ടാകുമ്പോഴേക്കും ഈ രാജീവനും മീരയും തമ്മിൽ നല്ലൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ട്. കാരണം ഇളയ കുട്ടി ഇവരുടെ ഈ വഴക്കുകളും അച്ഛൻ്റെ ഈ രൗദ്രഭാവവും ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ആ കുഞ്ഞ് അച്ഛൻ മുറിവേറ്റ് വന്നിരിക്കുന്ന സമയത്തും അച്ഛനോട് വഴക്കിട്ടവരൊന്നും ഇന്നും ജീവനോടെ ഇല്ല എന്ന് പറയുമ്പോഴൊക്കെ ആ മുറിവൊക്കെ തലോടി അവൾ അച്ഛനെ കെയർ ചെയ്യണം, അച്ഛനെ എന്തിനാണ് നമ്മൾ മാറ്റി നിർത്തണമെന്ന് ചിന്തിക്കുന്നതാണ്. അവൾ ആക്ച്വലി ഒരുപാട് കഥകളൊക്കെ കേട്ട് ഒരു സിൻഡ്രല്ല ലെവലിലാണ്. എന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ, അത് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിൻ്റെ ട്രെയിനിങ് കൊടുപ്പാണ്, രാജീവൻ്റെ ട്രെയിനിങ് ആണത്. അയാൾ ഓരോ കഥകളിലൂടെ കുഞ്ഞിനോട് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. ഈവൻ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അയാളൊരു കഥ പോലെ പറയുമ്പോൾ കുട്ടി അത് കേൾക്കുന്നത് അങ്ങനെയാണ്. അവളുടെ അടുത്ത് പിറ്റേ ദിവസം തട്ടിക്കൊണ്ടു പോകുന്ന പ്ലാൻ അവതരിപ്പിക്കുമ്പോഴും എനിക്ക് ഉറക്കം വരുന്ന വെച്ചാൽ എനിക്ക് ഇത് തന്നു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ചെയ്യാം എന്ന് പറയുന്ന ആ പൈസയൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന സമയത്ത് പാർവതിയുടെ ക്യാരക്ടർ പറയുന്ന ഇതാണ്. അച്ഛൻ പറയുന്ന ഓരോ കഥയൊക്കെ കേട്ട് ഓരോന്ന് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അയാൾ കഥകൾ പറഞ്ഞ് ഈ കുഞ്ഞിനെ ട്രെയിൻ ചെയ്യിച്ച് കുഞ്ഞിന് കൂടുതൽ അടുപ്പം ഫീൽ ചെയ്യുന്നത് അച്ഛനോടാണ്. അവൾ ആ വഴക്കുകളൊന്നും കണ്ടിട്ടില്ല, മൂത്തവളാണ് ആ വഴക്കുകൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ പല കുടുംബങ്ങളിലും മൂത്ത കുഞ്ഞുങ്ങളുണ്ടാവും. ചിലപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും കണ്ടിട്ടുണ്ടാകും. ഞാൻ അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ്. അച്ഛനും അമ്മയും തമ്മിൽ മിക്കവാറും അടിയും വഴക്കും ഉണ്ടാകും. അത് എക്സ്ട്രീം ലെവലിലേക്ക് പോകും. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഒരു കുഴപ്പമില്ലാത്ത പോലെ അവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടാകും. ഇത് കുഞ്ഞുങ്ങളിലുണ്ടാക്കുന്ന സ്ട്രെസ് അതിഭീകരമാണ്. ഹാപ്പി ആയിട്ടൊരു ദിവസം പോലും ഇല്ലാതെ ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള അങ്ങനെ ഒരു കുട്ടിക്കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ഫിയർ മോഡിലാണ്. ഏത് നിമിഷവും എന്തും പറ്റാം. നമ്മൾ പേടിച്ചിരിക്കുകയാണ്, നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കാമായിരിക്കണം എന്ന് പറയുന്ന, നിങ്ങൾ പല വീടുകളിലെയും മൂത്ത കുട്ടികളെന്ന് നോക്കുമോ, നല്ല കുട്ടിയാട്ടോ, നല്ല പക്വതയുള്ള ഒതുക്കമുള്ള, ആവശ്യമില്ലാതെ ആ കുട്ടി വഴക്കിടുകയില്ല, ഒന്നിനും വേണ്ടിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയും. ആക്ച്വലി അത് അവരുടെ സർവൈവൽ മോഡാണ്. കാരണം ഈ അച്ഛനും അമ്മയും തമ്മിൽ അടിയും വഴക്കൊക്കെ ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി, രാത്രി ഒരു 11 മണിക്ക് വിശന്നു, 8 മണിക്ക് അച്ഛനും അമ്മയും തമ്മിൽ കൊടൂര വഴക്ക് കഴിഞ്ഞാൽ ഈ കുഞ്ഞെന്താ ചെയ്യുക? വിശപ്പടക്കിയിരിക്കുക. അതിന് ഭയങ്കര പേടി വരുന്നു. അച്ഛനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അമ്മയോട് ചോദിക്കുക, അമ്മയോട് പറഞ്ഞാൽ നീ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പൊടി. ഇതൊക്കെ കേട്ട് വളരുന്ന കുഞ്ഞുങ്ങൾ അവർ കോൺസ്റ്റൻ്റ് ആയിട്ടൊരു ഫിയർ മോഡിലാണ്. പുറമേ നോക്കുമ്പോൾ ഇത് അടിപൊളി കുടുംബമാണെങ്കിലും വളരെ മോശമായിട്ടുള്ള, അതായത് രണ്ട് കുഞ്ഞുങ്ങൾക്ക് വളരാൻ ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യമാണ് രാജീവൻ മീര ദമ്പതികളുടെ ആ ഫ്ലാറ്റിലുള്ളത്. ഇനി ആ ഫ്ലാറ്റിലേക്ക് നിങ്ങൾ നോക്കണം. അമ്മ 2 മക്കളുമായിട്ട് ഒരു മുറിയിലേക്ക് ഒതുങ്ങുകയാണ്. ആ മുറിയിലൊരു കള്ളം കയറുമ്പോഴാണ് മീര രാജീവനോട് പറയുന്നത്, ഞാനും എൻ്റെ മക്കളും സമാധാനമായിട്ട് ആകെ ഇരുന്നൊരു സ്ഥലമാണ്, ഇവിടെ പോലും ഞാനിനി ശ്രദ്ധിക്കേണ്ടി വരുമല്ലോ, ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാനിനി പേടിക്കണമല്ലോ എന്നവർ പറയുമ്പോൾ അവർ ആ മുറിയിലേക്ക് മാറി. ആ വീടിൻ്റെ ബാക്കി സ്പേസ് നിങ്ങൾ നോക്കണം. ഈ സ്പേസ് അമ്മയും 2 മക്കളുമായിട്ട് അവർ വലിയ തരക്കേടില്ലാതെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരുപാട് സാധനങ്ങളായിട്ട് കൺജസ്റ്റഡ് ആണ്. അതേസമയം ഫ്ലാറ്റിൻ്റെ മറ്റ് ഏരിയാസ് നോക്കുമ്പോൾ ഒന്നും ഒരു വൃത്തിയില്ലാതെ അടുക്കിപ്പെറുക്കലും ഒന്നും ഇല്ലാതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ അതാണ്. രാജീവിൻ്റെ മുറി നിങ്ങൾ നോക്കുക, അവിടെ ഒന്നുമില്ല. ആ മുറിയിൽ തന്നെ ഒന്നുമില്ല. അയാളും അയാളുടെ സിഗരറ്റും ഫോണും അല്ലാതെ ആ മുറിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. അയാളുടെ ലൈഫ് അങ്ങനെയാണ്. അയാളുടെ ലൈഫിൽ ഒന്നുമില്ല. ഇവർ ഒരുമിച്ചുള്ള അവരുടെ സ്പേസ് എന്ന് പറയുന്ന ആ ഫ്ലാറ്റിൻ്റെ ലിവിങ് റൂം അടക്കമുള്ള കാര്യങ്ങൾ അതും അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അമ്മയും മക്കളും ഒരുപാട് ഇമോഷണൽ ബേർഡൻസുമായിട്ട് അവരുടെ മുറിയിലേക്ക്, ആ മുറി ആക്ച്വലി മൂത്ത മകളുടെ മനസ്സാണ്. ഇവർ പറയുന്നത് എന്താണ്, മോളെ നീ റെഡി ആയിട്ടിരിക്കണം, നിന്നെ ഞാനാണ് ഞാൻ. ഇവർ പ്രൈമറി ഒരാളായിട്ട് നിൽക്കുകയാണ്. ആക്ച്വലി അവരെന്തിനാണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നത്? മക്കളെയാണോ? അവരുടെ വാശിയാണ് അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്ന് തിങ്ങി നിറഞ്ഞ് അത് ശ്വാസം മുട്ടിയിരിക്കുകയാണ്. ആ അമ്മ കുഞ്ഞിനോട് പറയുന്നത്, നാളെ 11 മണിക്ക് ഞാൻ വരും, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം, അച്ഛൻ അറിയാതെ മാറണം, പിന്നെ ഇവിടുന്ന് ഒരു ചെറിയ സ്ഥലത്തേക്കാണ് നമ്മൾ മാറുന്നത്, അപ്പോൾ അനിയത്തി എന്തെങ്കിലും അവളോട് കാര്യം പറയണ്ട, അവളൊന്നും അറിയണ്ട, അവൾ കുഞ്ഞാണല്ലോ, നീ വേണമെല്ലാം നോക്കാൻ.
ആ കുഞ്ഞിന് എത്ര വയസ്സുണ്ടായിട്ടാ? അമ്മ ആ പറഞ്ഞു കൊടുക്കുന്ന മൂത്ത കുഞ്ഞ്, അവൾ കുഞ്ഞാണ്, കുട്ടിയാണ്. അവളോടാണ് ഇത്രയും വലിയൊരു അഡൽട്ട് പ്ലാനിങ് ഇവർ പറയുന്നത്. ആ പ്ലാനിങ്ങിൻ്റെ സമയത്ത് ഒരിക്കൽ പോലും ഇവർ മകളോട് ചോദിക്കുന്നില്ല, നീ ഓക്കെ ആണല്ലോ? കാരണം അത്രയും നാൾ ആ കുഞ്ഞ് ജനിച്ചു വളർന്നിട്ടുള്ള ഫ്ലാറ്റായിട്ടാണ് അത് കാണിക്കുന്നത്. അവൾ ജനിച്ചു വളർന്ന അവളുടെ സേഫ് സ്പേസ് ആവേണ്ട ആ ഫ്ലാറ്റ് നാളെ മുതൽ ഇത് നമുക്ക് അന്യമാണ്, നമ്മളിവിടുന്ന് പോകാൻ പോവാം. നിങ്ങൾക്കിത് എങ്ങനെയാണ് ഫീൽ ചെയ്യാമെന്ന് എനിക്കറിയില്ല. പക്ഷേ നാളെ ഇതൊന്നുമില്ല എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് ഒരു കുഞ്ഞ് അങ്ങനത്തെ ഒരു മൊമെൻറ്റിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര ടെറിഫയിങ് ആണ്. ആ ഭീകരതയാണ് ഇവർ ആ കുഞ്ഞിൻ്റെ മുമ്പിലേക്ക് വെച്ചിട്ട്, നീ മൂത്ത കുട്ടിയാണ്, പക്വതയുണ്ട്, അതുകൊണ്ട് നീ ഇത് മനസ്സിലാക്കണമെന്ന് പറയുന്നത്. അവളുടെ അച്ഛനെ നാളെ മുതൽ ഇവർ പിരിയാൻ പോവുകയാണ്. അച്ഛനില്ലാതെ, അതായത് അവൾ കണ്ടു വളർന്ന ഈ പറയുന്ന ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവരുടെ പ്രൈമറി 2 കെയർ ഗീവേഴ്സാണ് അച്ഛനും അമ്മയും. ആ അച്ഛനിൽ നിന്ന് നമ്മളിനി അകലാൻ പോവുകയാണ്. നീ അതിൽ ഓക്കെ ആണോ? അതോ അച്ഛനോട് നിനക്ക് എന്തെങ്കിലും പറയണോ? എന്തെങ്കിലും നമ്മൾ ഡീൽ ചെയ്യേണ്ടതുണ്ടോ? നോ ക്വസ്റ്റ്യൻസ്. കുഞ്ഞ് ഓക്കെ ആണോ എന്നുള്ളത് ഇവിടുത്തെ വിഷയമല്ല. എനിക്കിവിടുന്ന് മാറണം, ഞാനും അയാളും ഒത്തുപോകില്ല. ഇവർക്കൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട്. ആ അഫെയറിനെ കുറിച്ച് ഭർത്താവ് ഇളയ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് അങ്ങനെ ഒരു കഥയിലൂടെ ആണെങ്കിൽ പോലും അതൊന്നും കുഞ്ഞു കുട്ടികളോട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും അല്ല. ആ കാര്യത്തെക്കുറിച്ച് ഭർത്താവ് സംസാരിക്കുമ്പോൾ ഭർത്താവിനോട് ദേഷ്യപ്പെടാനുള്ള ഓപ്ഷൻസാണ്. കാര്യം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിഭീകരമായ ബ്ലെയിം ഗെയിം നടന്നിട്ടുണ്ടെന്നുള്ളത് പിന്നീട് ഇവരുടെ കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോയും കുറ്റപ്പെടുത്തലും അതിൻ്റെ പരകോടിയിലേക്കൊക്കെ പോയി. പിന്നെ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ജഡ്ജ് ചെയ്ത് സംസാരിക്കുകയല്ല. 2 പേർക്കിടയിൽ അതിഭീകരമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിനിരയാകേണ്ടി വന്നത് പ്രധാനമായും മൂത്ത കുട്ടിയാണ്. ഇനി ഇളയ കുട്ടിയോട് രാജീവൻ പറയുന്നത് എന്താണ്? മോളെ, നമ്മളൊരു ഗെയിം കളിക്കാൻ പോവാണ്, നാളെ ഒരു അങ്കിൾ വന്നിട്ട് മോളെ തട്ടിക്കൊണ്ടുപോകും, എന്നിട്ട് വേറൊരു സ്ഥലത്ത് കുറച്ച് നേരം കൊണ്ടുവെക്കും, അത് കഴിഞ്ഞിട്ട് പപ്പ വന്ന് രക്ഷിക്കും. നിങ്ങളൊരു LKG 1ാം ക്ലാസ്സോ വളരെ ചെറിയ ക്ലാസ്സിലാണ് ആ കുട്ടി. അങ്ങനെയുള്ളൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണോ അത്? അങ്ങനെ ഒരു കുട്ടിയെ വെച്ച് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണോ അത്? അയാൾ അതും ചെയ്തില്ലേ? ഈ അച്ഛനും അമ്മയും ഇവർ നല്ല മക്കളെ ഉണ്ടാക്കാൻ ദേ ആർ നോട്ട് എക്യുപ്ഡ്, ദേ ആർ നോട്ട് റെഡി. അവരൊരിക്കലും റെഡി ആയിരുന്നില്ല. അവിടെയാണ് നമ്മൾ പാർവതി അവരുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ അമ്മയാവാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അമ്മത്വം എന്ന് പറയുമ്പോൾ. എല്ലാം കൊണ്ടും മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി, സാമൂഹികമായി 2 വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ഒരു പാർട്ട്ണർ ഉണ്ടായി അയാളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടാവും. എല്ലാ റിലേഷൻഷിപ്പുകളിലും 2 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ ജനിച്ചു വളർന്നിട്ടുള്ള ആളുകളാണ്. പ്രശ്നങ്ങളുണ്ടായി, പറഞ്ഞു തീർത്ത് സെറ്റിലായി, അവർ തമ്മിൽ ഒരു ഈക്വിലിബ്രിയം ക്രിയേറ്റ് ആകുമ്പോൾ അവിടേക്കാണ് ഈ കുഞ്ഞ് വരേണ്ടത്. അല്ലാതെ ആ കുഞ്ഞിനൊരു സേഫ് സിറ്റുവേഷൻ ഒരുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെന്താ അറിയോ, രാജീവിനെയും മീരയും പോലെ തന്നെ കഴിയുന്ന കുടുംബങ്ങളാണ്. അവിടെ പിള്ളേരുണ്ടാവണം, പിള്ളേരെ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് അവിടുത്തെ മഹത്വം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ വെച്ചിരിക്കുകയാണ്. ആ കുടുംബത്തിൽ കുഞ്ഞ് വളരാൻ റെഡിയാണോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, കുഞ്ഞുങ്ങളുണ്ടായാൽ പിന്നെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവില്ലേ എന്ന്. കുഞ്ഞുങ്ങളുണ്ടായാലും പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ലൈഫിൻ്റെ റിയാലിറ്റിയെ നോക്കി കാണുമ്പോൾ പലപ്പോഴും സംഭവിക്കാം, പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ കുഞ്ഞുങ്ങളുണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ കണ്ടെത്തിയ ആ ഈക്വിലിബ്രിയമില്ലേ, അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കുഞ്ഞുങ്ങളുടെ ആ സേഫ് സ്പേസിനെ ബാധിക്കാത്ത രീതിയിൽ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാൻ ഇവർ പ്രിപ്പയർഡ് ആയിരിക്കണം. മൂത്ത കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് ഫ്ലവർ വേസ് എറിഞ്ഞുടക്കുന്നിടത്ത് അവർ പരാജയപ്പെടുമ്പോൾ അതേ സിറ്റുവേഷനിൽ നമുക്കൊരു പ്രശ്നം പരസ്പരം അവതരിപ്പിക്കണമെങ്കിൽ കുഞ്ഞുറങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ശ്രദ്ധ ഇതിലേക്ക് വരാത്ത രീതിയിൽ നമുക്ക് പേഴ്സൺ ടു പേഴ്സൺ ഇരുന്ന് സംസാരിക്കാൻ പറ്റണം. ഇവിടെ നമ്മൾ വളരെ അഗ്രസീവായിട്ടുള്ള രാജീവനാണ് കാണുന്നത്. അയാൾ വീട്ടിലുള്ള സാധനങ്ങൾ എറിഞ്ഞുടക്കുക എന്ന് പറയുമ്പോൾ പുറത്തും അയാൾ അങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞ് 2 അടുത്ത ഡയലോഗ് പറയുക, കൈയെടുക്കുക, അങ്ങോട്ടേക്കാണ് ഇവർ ഈ സാധനം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഓഫീസിൽ വന്നിട്ട് ഒരാൾ സംസാരിച്ച് തുടങ്ങി, അയാൾ മറ്റേ ക്ഷമ പരീക്ഷിച്ച് പരാജയപ്പെട്ടിട്ട് ദേഷ്യപ്പെടുകയല്ല ചെയ്ത്, വന്ന ആളോട് ആദ്യം തന്നെ അയാൾ ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ പൊന്നി ചേട്ടാ, എൻ്റെ കയ്യിലില്ല, എന്നെ അവർ കൊണ്ടുപോയി എന്നുള്ള സത്യമാണ്, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ കൂടെ വാ, ഞാനും കാണിച്ചു തരാം എന്നൊന്നും, അങ്ങനത്തെ സമാധാന സംസാരം ഒന്നും ഇതിൽ രാജീവൻ എന്ന് പറയുന്ന ക്യാരക്ടറിനില്ല. അപ്പോൾ അവരുടെ ദേഷ്യങ്ങളും അവരുടെ ടാൻട്രംസും ഒക്കെ പിള്ളേരുടെ മുമ്പിൽ അവർ എക്സ്പ്രസ് ചെയ്യാണ്. അവർ ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലാത്ത ആളുകളാണ്. പാർവതി ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ, നിങ്ങൾക്ക് ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായി നിങ്ങൾക്ക് ഒരു ഇക്വിലിബ്രിയം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഒരു ടോക്കിംഗ് ടേംസിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ പ്ലീസ് ഡോണ്ട് മേക്ക് കിഡ്സ്. അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോ കാണുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ അത്തരം കുട്ടിക്കാല പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളായിരിക്കും. ഇനി അന്നേ ദിവസം, അതായത് ഈ കുഞ്ഞിനെ കൊണ്ടുപോയതിന് ശേഷം ബീനാർ ചന്ദ്രൻ്റെ ക്യാരക്ടർ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. കുഞ്ഞുങ്ങൾ സാധാരണ പേടിക്കില്ലേ, കരയില്ലേ, ബഹളം വെക്കില്ലേ, അച്ഛനെയും അമ്മയും കാണണമെന്ന് പറയില്ലേ? പക്ഷേ ഈ കുഞ്ഞ് അങ്ങനെ ഒന്നും പറഞ്ഞില്ല.
അവൾ വളരെ ഹാപ്പി ആയിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, ഞങ്ങളെ കംഫർട്ടബിൾ ആക്കി. ഇതിനകത്ത് അശോകൻ ആൻഡ് ബീനാചന്ദ്രൻ കഥാപാത്രങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു മകളുണ്ടായിരുന്നു. ആ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ നാടുനീള കടം വാങ്ങിച്ചു ഓടി നടന്നു ആ കുഞ്ഞിനെ രക്ഷിക്കാൻ. പക്ഷേ അവർക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ മകൾ എന്ന് പറയുന്ന ഇമോഷൻ അവിടെയുണ്ട്. ഒരു പെൺകുട്ടി അവൾ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഒരുവിധം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അമ്മ കഥാപാത്രമാണത്. അവർ നോക്കുമ്പോൾ ഈ കുഞ്ഞെന്താ ഇങ്ങനെ, ഒരുപാട് ശ്രമിച്ചിട്ടും മകളെ രക്ഷിക്കാൻ പറ്റാതെ പോകുന്ന അമ്മയ്ക്ക് ബാല്യം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ എവിടെയൊക്കെയോ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആ കഥാപാത്രം ചോദിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തിരിച്ചു കിട്ടിയോന്ന്. എന്തുകൊണ്ടായിരിക്കും ആ കുഞ്ഞ് ഭയങ്കര ഹാപ്പി ആയത്? അച്ഛനും അമ്മയും ഉള്ളപ്പോൾ അവൾ സർവൈവൽ മോഡിലാണ്, അവൾ എപ്പോഴും റെഡി ആയിട്ടിരിക്കുകയാണ്. അതായത് ഒരു യുദ്ധം വരാൻ പോകുന്നു എന്ന് പറയുന്ന പോലെ എന്തും സംഭവിക്കാം, അവിടെ ഞാൻ പക്വത കാണിക്കണം, ഞാൻ സീരിയസ് ആയിട്ടിരിക്കണം. ഇതിൽ ഈ ഇളയ കുട്ടിയും മൂത്ത കുട്ടിയും കൂടി അച്ഛനും അമ്മയും വഴക്കിടുന്ന സമയത്ത് ഡോറിന് പുറത്ത് നിൽക്കുന്ന സീക്വൻസ് ഉണ്ട്. അതിൽ ഈ ചെറിയ കുട്ടി ചെവിയോർത്തിങ്ങനെ ഇരിക്കും. അതായത് വഴക്ക് തുടങ്ങി അവളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവക്കത് അത്ര ശീലമായിട്ടില്ല. അതേസമയം മൂത്ത കുട്ടിയെ സംബന്ധിച്ച് ആ വഴക്ക് മൂത്ത് അവൾക്കൊരു പോയിൻ്റ് അറിയാം. ആ പോയിന്റിൽ അവൾ ഓടുക ചെയ്യുന്നത്, അവൾ എസ്കേപ്പ് ചെയ്യുക ചെയ്യുന്നത്. ആ മൊമെൻ്റ് അവൾക്ക് വേണ്ട. കാരണം എന്താണ്, ആ മൊമെൻറ്റിൽ ജീവിക്കാൻ അവൾ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞ് സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. ആ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന എല്ലാ ദിവസവും ഈ പറയുന്ന സർവൈവൽ മോഡിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അപരിചിതരാണെങ്കിൽ പോലും സ്നേഹത്തോടെ സംസാരിക്കുന്ന ആളുകൾ സ്വർഗം പോലെയാണ് ഫീൽ ചെയ്യുക. അവൾ നോക്കുമ്പോൾ എന്താ, വഴക്കില്ല, പ്രശ്നങ്ങളില്ല. ആ അങ്കിളും ആൻറ്റിയും അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഷൗട്ട് ചെയ്യുന്നില്ല, അവിടെ എറിഞ്ഞു പൊട്ടിച്ച സാധനങ്ങളില്ല, ബ്ലെയിമുകളില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളില്ല. എന്തൊരു സമാധാനം. അവൾ ദോശ ഉണ്ടാക്കുന്നു, അവൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ അവിടെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അവൾ ദോശ ഇട്ടെടുക്കുമ്പോൾ നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന ബീനാചന്ദ്രൻ്റെ ക്യാരക്ടറിൻ്റെ എക്സ്പ്രഷൻ ഉണ്ട്. അത് കൊടുത്ത് ഒരുമിച്ചിരുന്നവർ ആഹാരം കഴിക്കുന്നു. അതവൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അച്ഛൻ മാറിയിരുന്ന് ഭക്ഷണം കഴിക്കുക, അച്ഛനുള്ള ഭക്ഷണം അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് പോകും. ഇവർ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പോലുമില്ല. അവളൊരു നല്ല കുടുംബത്തിനെ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ഏറ്റവും ആദ്യം നിഷാന്ത് സാഗറിൻ്റെ ക്യാരക്ടർ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് അവൾ ഭയങ്കര പാനിക് ആവുന്നുണ്ട്, പേടിക്കുമ്പോൾ അവൾ എന്താ ചെയ്യുന്നത്, 100 നിന്ന് താഴോട്ട് എണ്ണുകയാണ് ചെയ്യുന്നത്. സെയിം കാര്യം പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് സിനിമയുടെ തുടക്കത്തിൽ. ഒരു ജീവൻ മരണ സിറ്റുവേഷൻ, ഇവിടെ ഒരു ഡിസിഷൻ എടുക്കണം എന്നൊക്കെ പറയുന്ന പോലെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പീസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമാണ് 100 തൊട്ട് പുറകോട്ട് എണ്ണുക എന്നുള്ളത്. പക്ഷേ അച്ഛൻ അയാളുടെ ഏറ്റവും സ്ട്രെസ്ഫുൾ മൊമെൻറ്റ്സിൽ ചെയ്യുന്നൊരു കാര്യം ഈ കുഞ്ഞെങ്ങനെയായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക? മിക്കവാറും അവളുടെ വീട്ടിൽ നിന്ന് കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ ഇതങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ മാത്രം അത്രയും സ്ട്രെസ്ഫുൾ ആയിരുന്നു അവൾ. അങ്ങനെ കൗണ്ട് ചെയ്ത് ടെൻഷൻ അടിച്ചിരുന്ന് പിന്നെ അവൾ ചെല്ലുന്നത് ഒരു വീട്ടിലേക്കാണ്, ഒരു അച്ഛനും അമ്മയുമുള്ള വീട്ടിലേക്കാണ്. ശാന്തമായി പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ ഈക്വിലിബ്രിയം പോയിൻ്റ് ഏതെങ്കിലും ഒരു പോയിന്റിൽ മനസ്സിലാക്കിയിട്ടുള്ള 2 വ്യക്തികളുടെ അടുത്താണ് അവൾ ചെല്ലുന്നത്. അവിടെ അവൾ ഹാപ്പിയാണ്, അവളുടെ സർവൈവൽ മോഡ് മാറുകയാണ്. അവിടെ കുഞ്ഞുങ്ങൾക്ക് ഇമോഷൻസ് വരും. നമ്മൾ ചില ആൾക്കാരുണ്ടല്ലോ ഈ ഓഫീസിലും അല്ല പല സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യൂല. നമ്മൾ ഭയങ്കര സന്തോഷം വരേണ്ട ഒരു സീനൊക്കെ ആയിരിക്കും, ഓക്കെ ഇത്രയേ ഉള്ളൂ. അവർ ഭയങ്കര സങ്കടം പ്രകടിപ്പിക്കേണ്ടതായിരിക്കും, സങ്കടം വരില്ല, എക്സ്പ്രഷൻ വരില്ല. കാരണം ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വഴക്ക് കേൾക്കേണ്ടി വരും, എൻ്റെ സർവൈവലിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും, ഈ പേടി കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ ജീവിച്ച ഒരു കുഞ്ഞിനാണ് അവളുടെ ഇമോഷൻസ്, അവളുടെ ചിരികൾ, അവളുടെ തെറ്റുകൾ ചെയ്യാൻ വരെയുള്ള ഒരു പെർമിഷൻ കിട്ടുന്ന പോലത്തെ ഒരു വീട്ടിലേക്ക് അവൾ ചെന്ന് കയറുന്നത്. അവിടെ കുഞ്ഞുങ്ങൾ ഹാപ്പിയാവും. അവിടെ ഹാപ്പി ആയിട്ടുള്ള ഈ കുഞ്ഞ് അവളുടെ ശരിക്കുള്ള അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് പോകുമ്പോൾ അവൾ ഇനിയും ഹാപ്പി ആയിട്ടിരിക്കുമോ? കാരണം മകളെ നഷ്ടപ്പെട്ടൊരു അമ്മയാണ്. അവരുടെ മുമ്പിൽ ഒരു കൊച്ചു പെൺകുട്ടി വന്നു, അവരുടെ കൂടെ അവൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവൾ ഇനിയും ഹാപ്പി ആയിരിക്കുമോ? ഇവിടെയാണ് എനിക്ക് ഈ സിനിമയിലെ നായകനും നായികയും മാറുന്നു എന്ന് തോന്നിയത്. അശോകനും ബീനാർ ചന്ദ്രനും ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ശരിക്കും നായകനും നായികയുമായി മാറുന്നത്. അവർ കടം വാങ്ങി കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരുപാട് ശ്രമിച്ചു. ഇതിൽ അശോകൻ്റെ ക്യാരക്ടർ ഒരു ഡയറി എടുത്തു വെച്ചിട്ട് അതിൽ ഓരോ 200, 300 എന്നൊക്കെ പറഞ്ഞ് നമ്പർ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്ലൈമാക്സിലാണ് അത് മനസ്സിലാവുന്നത്. 70 ലക്ഷം രൂപ വേണമെന്നാണ് അയാൾ പറയുന്നത്. ആ 70 ലക്ഷം രൂപയും കിട്ടിയതിന് ശേഷം അയാൾ ഓരോരുത്തരെയും വിളിച്ച് പറയുന്നു, ഞാൻ നിനക്ക് തരാനുള്ള പൈസ പലിശ സഹിതം ഞാൻ തരുമെന്ന്. നിങ്ങളൊന്ന് ആലോചിക്കേ, ഒരു പ്രായമെത്തി, അതായത് നമ്മൾ വയസ്സായി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്രായത്തിലേക്ക് എത്തി. ആകെ ഉണ്ടായിരുന്ന ഒരു മകളാണ്. അവളെ രക്ഷിക്കാൻ വേണ്ടി നാട് നീളെ കടം വാങ്ങി ഓടി നടന്നു. അതായത് ഇവിടെ നമ്മുടെ രാജീവനും മീരയും ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടി. ഇവിടെ ഈ അച്ഛനും അമ്മയും മകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ എന്നിട്ടും അവർക്ക് അവരുടെ മകളെ കിട്ടിയില്ല, ജീവിതത്തിൽ കിട്ടിയില്ല. പിന്നെ അവരുടെ ജീവിതത്തിൽ ആകെ എന്താ ഉള്ളത്? കുറേ ആൾക്കാർ കടം തന്നിട്ടുണ്ട്. ആ കടം വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അവരവരുടെ മകളുടെ അവിടെ തന്നെ നിൽക്കുന്നത്, ഇനി ജീവിതത്തിലൊന്നും ഇല്ല.
അച്ഛൻ അമ്മ എന്നുള്ള നിലയ്ക്ക് അവരുടെ ലൈഫിൽ ഇനി ഒന്നും ബാക്കിയില്ല എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. ഇവിടെ രാജീവനും മീരയും ഇത്രയൊക്കെ ചെയ്തു, നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇത്രയും കോടിയൊക്കെ ഉണ്ടാക്കിയില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കിട്ടുമോ? കിട്ടണ്ടേ? അതല്ലേ ഇവിടുത്തെ കാര്യം? പൈസയാണോ? പോരാട്ടങ്ങളാണോ? അല്ല, ആ കുഞ്ഞിനെ നമുക്ക് കിട്ടണ്ടേ? അതാണ് ആ അമ്മ അവിടെ ചോദിക്കുന്നത്. പക്ഷേ ഞാനിതിൽ ഈ പണം മോഷ്ടിച്ചതോ മോഷ്ടിച്ച പണം ഇവരിങ്ങനെ ഉപയോഗിക്കുന്നതിനോ ഇതിനെയൊന്നും ന്യായീകരിക്കാനല്ല പറയുന്നത്. ഇവരുടെ ഇമോഷൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടുത്തെ തെറ്റും ശരിയും, പൈസയുടെ സംബന്ധമായിട്ടുള്ള തെറ്റും ശരിയും നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം അവരെന്താണ് ചെയ്യേണ്ടിയിരുന്നതെന്നുള്ളത്. ഏറ്റവും ലാസ്റ്റ് രാജീവിൻ്റെയും മീരയുടെയും മകൾ നക്ഷത്ര, ക്യാരക്ടറിൻ്റെ അല്ല, ഒറിജിനൽ ആർട്ടിസ്റ്റിൻ്റെ പേര് നക്ഷത്ര, ഒരു ചിരി ചിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ഫ്ലാറ്റിനകത്ത് വെച്ചെടുത്തിട്ടുള്ള ഷോട്ടുകളിൽ ആ കുട്ടി ചിരിക്കുന്നതായുള്ള ഒരേ ഒരു ഷോട്ട് അതാണ്. അമ്മ വഴക്ക് പറയാണ്, നാളെ സ്കൂളിൽ പോയാൽ പറ്റും. അച്ഛനെ നോക്കുകയാണ്, സാരമില്ല ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അവിടെ ക്ലാസ്സിൽ പോകണോ വേണ്ടിയോ എന്നുള്ളത് അതിനൊരു പ്രാക്ടിക്കൽ സൈഡൊക്കെ ഉണ്ട്. പക്ഷേ ആ കുഞ്ഞ് കടന്നു പോയിട്ടുള്ള വളരെ മോശമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. ഷീ നീഡ്സ് റെസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഇനി നാളെ പോകണോ എന്ന് അവൾ ചോദിക്കുന്ന സമയത്ത് അമ്മ സമ്മതിക്കില്ല, പോയേ പറ്റൂ എന്ന് പറഞ്ഞ് അച്ഛനെ നോക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ മാനേജ്, ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറയുന്ന ഒരു ചെറിയ അഫർമേഷനാണ്. ഇത് കിട്ടുന്ന സമയത്താണ് അവളുടെ മുഖത്തൊരു ചിരി വരുന്നത്. ഒരു പക്ഷേ അവളുടെ കുട്ടിക്കാലത്ത് ഇത്രയും കാലത്തിനിടയിൽ അവൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് ഒപ്പം ഉണ്ടെന്ന് പറയുന്ന അച്ഛനെ കണ്ടിട്ടില്ല, അമ്മയെ കണ്ടിട്ടില്ല. അത് കാണുന്ന മൊമെൻറ്റിൽ ഉണ്ടാവുന്ന ശരിയാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് ഈ രാജീവിനും മീരയും ഇതിനെ തുടർന്ന് വളരെ മികച്ച പാരൻസായി മാറും എന്നൊന്നും അങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായും അവർ ഒരുപാട് കൗൺസിലിംഗ് സെഷൻസിലൂടെ കടന്നു പോകണം. കുഞ്ഞാണെങ്കിലും അവൾ പ്രോപ്പറായിട്ടുള്ള പ്രൊഫഷണൽ കെയർ കിട്ടിയിട്ട്, നല്ല തെറാപ്പിസ്റ്റിൻ്റെ കൂടെ പ്രൊഫഷണൽ കെയർ കിട്ടി അവളുടെ കുട്ടിക്കാലത്ത് അവൾ അനുഭവിക്കേണ്ടി വന്ന ആ മാരകമായിട്ടുള്ള ഓർമ്മകളിൽ നിന്ന് മുക്തി നേടുന്ന, അല്ലെങ്കിൽ അവളുടെ സർവൈവൽ മോഡിൽ നിന്ന് പുറത്തു കിടക്കാൻ അവളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ഉണ്ടാവണം. പിറ്റേ ദിവസം മുതൽ അച്ഛനും അമ്മയും ചിരിച്ച് കാണിച്ചാൽ മാറുന്നൊരു പ്രശ്നമല്ലത്. നമ്മുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വിഷമമായോ, സോറി കേട്ടോ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം മുതൽ നമ്മളങ്ങ് നന്നായാൽ അതൊക്കെ ശരിയാവുന്നതാണ്. അങ്ങനെ ശരിയാവില്ല. പ്രോപ്പർ കെയർ കിട്ടണം. ഇവർ രണ്ടുപേരും പ്രോപ്പർ പേരൻറ്റിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് വരേണ്ടതാണ്. പിന്നെ അവർ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത്, അവർ ഡിവോഴ്സ് പേപ്പറൊക്കെ ഫയൽ ചെയ്ത് ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന് ഇത്രയും വർഷം കോൺസ്റ്റൻ്റായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കണ്ട. എന്താ പറയുക, രണ്ടുപേരും കൂടി ഈ മകൾക്ക് വേണ്ടി ഒരുമിക്കണേ എന്ന് പറയുന്ന ക്ലാസിക് ഡയലോഗ് പറയാൻ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നില്ല. ഇവർ രണ്ടുപേരും ഇങ്ങനെയാണ് തുടരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവർ ഒരുമിച്ച് താമസിക്കേണ്ട കാര്യമില്ല. ഇവർ ഡിവോഴ്സ് ചെയ്തിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് നല്ല അച്ഛനും അമ്മയുമായി തുടരാൻ അവർക്ക് പറ്റുമെങ്കിൽ അതാണ് നല്ല കാര്യം. അല്ലാതെ ഒരുമിച്ച് നിന്ന് എല്ലാ ദിവസവും പേടിച്ച് കിടന്നുറങ്ങേണ്ട ഒരവസ്ഥ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും ഉണ്ടാവരുത്. ചിലർ അങ്ങനെ വിചാരിക്കുക, കുഞ്ഞുങ്ങളുടെ ദുഃഖം കാണണം, അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ അച്ഛനും അമ്മയും ഒരുമിച്ച് നിൽക്കണം. അങ്ങനെയൊന്നുമല്ല. അച്ഛനും അമ്മയും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതല്ല, ആ കുഞ്ഞിനൊരു സെക്യൂർ ബേസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന കാര്യം. ആ കാര്യത്തെ സിനിമ അഡ്രസ്സ് ചെയ്തു. ഇപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അച്ഛനും അമ്മയും ഡിവോഴ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മാനസിക വ്യഥയെക്കുറിച്ച് പല സിനിമകളിലും ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പൂക്കാലം വരവായി എന്ന് പറയുന്ന സിനിമ, ജയറാം ഒരു സ്കൂൾ ബസ് ഡ്രൈവറാണ്. സ്കൂൾ ബസ്സിൽ സ്ഥിരമായിട്ട് വരുന്നൊരു കുട്ടി അയാളുമായിട്ട് ക്ലോസ് ആവുന്നു. അയാളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നു. കാരണം ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് അത് ഡിവോഴ്സ് കഴിഞ്ഞിട്ടെന്തോ ഇരിക്കുകയാണ്, അച്ഛനും അമ്മയും തമ്മിൽ ഒത്തുപോകുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ജയറാമിൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. തിരിച്ചു പോകാൻ മടി, കാരണം അവർക്ക് അവിടെ ഒരു സെക്യൂർ ബേസ് ഇല്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ഇവർ തമ്മിൽ പിരിയാതിരിക്കണം, ഈ കുഞ്ഞിന് വേണ്ടി ഒരുമിക്കണമെന്നല്ല. ആ കുഞ്ഞിന് നഷ്ടപ്പെടുന്നൊരു ബാല്യമുണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്യണം, അതിന് പ്രോപ്പർ കെയർ കിട്ടണം. ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഈ കുഞ്ഞിന് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന കണ്ടാൽ ഹീലിംഗ് വരും, അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു മാന്ത്രിക സൊല്യൂഷനൊന്നും നമ്മുടെ മുമ്പിലില്ല. പ്രൊഫഷണൽ കെയർ തന്നെയാണ് അതിന് വേണ്ടത്. മറ്റു പല സിനിമകളിലും ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിനൊരു സഹതാപത്തിൻ്റെ എലമെൻറ്റ് കൊടുത്തിട്ട് അയ്യോ പാവം കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പിരിയാതിരുന്നൂടെ എന്ന് പറയുന്ന ഒരു ഉപദേശം കുത്തിക്കയറ്റുന്ന സമയത്ത് ഈവൻ പൂക്കാലം വരവായി എന്ന് പറയുന്ന സിനിമയിലും കുഞ്ഞിന് വേണ്ടി അവർ ഒരുമിക്കുകയാണ് ഗൈസ് എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ്. ഈ സിനിമയിലാണ് ആദ്യമായിട്ട് നിങ്ങൾ ഒരുമിക്കുകയോ ഒരുമിക്കാതിരിക്കുകയോ, നിങ്ങൾ മറ്റേ പുണ്യപുരാതന പേരൻസ് ഒന്നും ആവണ്ട, ഈ രണ്ട് പേരൻസും അവരുടേതായ പ്രശ്നങ്ങൾ കാണിച്ചിട്ടുള്ള ആളുകളാണ്. അത് ക്ലൈമാക്സ് വരെ നമ്മുടെ മുന്നിലുണ്ട്. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇവർ ഒരുമിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. കുഞ്ഞിന് കിട്ടേണ്ട ഒരു സെക്യൂർ ബേസിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ അങ്ങനെ അഡ്രസ്സ് ചെയ്ത് എനിക്ക് ആദ്യമായി ഫീൽ ചെയ്ത മലയാള സിനിമ ഐ നോബഡിയാണ്. അതിനുമുമ്പ് മുഴുവൻ സഹതാപമാണ്. കുഞ്ഞുങ്ങൾക്ക് ഇമോഷൻസോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമയോ ഒന്നുമല്ല, പാവം പിള്ളേർ സഹതാപം കൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് ഒരുമിക്കുന്നു പറയാൻ വേണ്ടി മാത്രമാണ് ഇവിടെ കുഞ്ഞുങ്ങൾ. അച്ഛനും അമ്മയും ഒരുമിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രയോറിറ്റി. പക്ഷേ ഈ സിനിമയിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് കുഞ്ഞിനെയാണ്, കുഞ്ഞിൻ്റെ ഇമോഷൻസിനെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ തിരിച്ചു കിട്ടിയോ സാറേ എന്ന് അവർ ചോദിക്കുന്നത്. വേണമെങ്കിൽ അവരുടെ ചോദ്യം, സാറേ എനിക്കുണ്ടായിരുന്നൊരു മകൾ, അവളെനിക്ക് നഷ്ടപ്പെട്ടു പോയതാണ്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നാലല്ലേ അവൾക്കൊരു നല്ല ബാല്യം ഉണ്ടാവുള്ളൂ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്കൊരു കഥാപ്രസംഗം ഉപദേശം കൊടുക്കാം.
പക്ഷേ അവരുടെ പ്രയോറിറ്റിയും ഇവരുടെ എഫേർട്ടല്ല, ആ കുഞ്ഞിൻ്റെ ബാല്യമാണ്. അത് സേഫ് ആവുക എന്നുള്ളതാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. ഞാൻ റിവ്യൂവിലും പറഞ്ഞതാണ്, നമ്മുടെ ഒക്കെ വീടുകളിൽ, നമ്മുടെ ഈ സമൂഹത്തിൽ ശരിക്കും നോബഡി ആയിട്ട് മാറുന്ന, അവരുടെ ഇമോഷൻസിനെ കുറിച്ചോ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചോ ആരും പരിഗണിക്കാതെ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ നോബഡിയായി മാറുന്നത് കുഞ്ഞുങ്ങളാണ്. തംബ്നെയിലിൽ ഞാൻ വെച്ചതാണ്, നോബഡികൾ കാണാൻ വേണ്ടിയിട്ടുള്ള നോബഡിയാണ്. നമ്മളിൽ പലരും നമ്മുടെ വീടുകളിൽ നമ്മുടെ കുട്ടിക്കാലത്ത് വെറും നോബഡിയായിരുന്നു. കുറേ ആളുകളുടെ വാശികളും ദുർവാശികളും അവരുടെ ദേഷ്യവും സങ്കടവും അവരുടെ നഷ്ടബോധങ്ങളും ഒക്കെ അനുഭവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ആളുകളായിരുന്നു കുഞ്ഞുങ്ങൾ. കാരണം നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല. വി ആർ ജസ്റ്റ് നോബഡി. ആ നോബഡികൾക്ക് ഈ സിനിമ കണ്ടാൽ കണക്റ്റ് ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എനിക്ക് ആ സീൻ നടക്കുമ്പോൾ, ഈ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചോദ്യം മുതൽ അങ്ങോട്ടേക്ക് എൻ്റെ കണ്ണ് ഫുള്ള് നിറഞ്ഞ് ഞാൻ അങ്ങനെ ഇരുന്ന് ഈ പടം കാണുമായിരുന്നു. അതുവരെ ഈ സിനിമയിൽ ഫോൾട്ടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടുമുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകുക എന്നുള്ളതായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഈ ബാങ്ക് റോബറി അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് പേസ്ഡ് എലമെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മളെ ശരിക്കും പിടിച്ചിരുത്തേണ്ടിയിരുന്ന ഒരു ഘടകം കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ആക്ഷൻസ് ആയിരുന്നു. കാരണം അവിടെ ചേസ് വരുന്നുണ്ട്, പൃഥ്വിരാജിൻ്റെ ഒരു ഭയങ്കര പ്രൊലോങ്ഡ് ആയിട്ടുള്ളൊരു ഫൈറ്റ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരുന്നത് പോലത്തെ ഒരു ചേസ് സ്വഭാവം വേണമായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം നിഷാന്ത് സാഗർ ഇരുന്ന് ഫോണിൽ എന്തെങ്കിലും പറയുന്നു, പൃഥ്വിരാജ് എന്തോ കാണിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ആ കുഞ്ഞിനെ കിട്ടണം എന്ന് പറയുന്ന അതിന് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന പോലത്തെ ഒരു ഗെയിം മോഡ് ഫീൽ കൊടുത്തിരുന്നെങ്കിൽ, വിജയരാഘവൻ്റെ കുറച്ച് പാർട്സ്, മുഖ്യമന്ത്രി വന്നിട്ടുള്ള കോംപ്രമൈസ് ടോക്കൊക്കെ വളരെ അൺവാണ്ടഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ പൃഥ്വിരാജും ചെമ്പൻ വിനോദും ഒക്കെയുള്ളൊരു സിനിമയുണ്ട്, ഡാർവിൻ്റെ പരിണാമം. അതിനകത്ത് ഈ ബാർഗെയിൻ ചെയ്യാനൊരു ചാൻസ് കിട്ടുമ്പോൾ ഒരു സാധാരണക്കാരൻ ഗുണ്ടയോട് ബാർഗെയിൻ ചെയ്യുകയാണ് എന്ന് പറയുന്ന പോലെ ഇവിടെ ബാർഗെയിൻ ചെയ്യാനൊരു അവസരം കിട്ടിയപ്പോൾ മുഖ്യമന്ത്രിയോട് ബാർഗെയിൻ ചെയ്യുന്നു. ഇതിനകത്ത് ഒരു പുതുമയുമില്ല. ഇതിനകത്തെ ആ പൊളിറ്റിക്കൽ സാധനത്തിലേക്ക് വരുമ്പോൾ ഒരു പുതുമയുമില്ല, അല്ലെങ്കിൽ പുതുമയുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുക എന്ന് പറയുന്ന പാർട്ട് അവർക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ വളരെ എൻഗേജിങ് ആക്കി മാറ്റാമായിരുന്നു. അവിടെയാണ് ഈ സിനിമ, ഞാൻ റിവ്യൂവിലും പറഞ്ഞത് അതാണ്, ഈ പറയുന്ന പൊളിറ്റീഷ്യനൊക്കെ വരുന്ന സമയത്താണ് സിനിമ വലിഞ്ഞഴഞ്ഞു പോകുന്നത്. അതുവരെയും സിനിമ ഓക്കെ ആയിരുന്നു. ആൻഡ് ഈ പറയുന്ന വലിച്ചിലും എഴച്ചിലും എല്ലാം കഴിഞ്ഞ് ഒരു ആവറേജ് ഫീലിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ കുഞ്ഞിൻ്റെ ഇമോഷനെ സിനിമ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണുന്നത്. എന്നെ സംബന്ധിച്ച് അതൊരു മലയാള സിനിമയിൽ സംഭവിക്കുക എന്ന് പറയുന്നത്, നമ്മുടെ ഓഡിയൻസ് ഇത് കണ്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെയധികം വൈകിപ്പോയിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഐ നോബഡി എൻ്റെ ഫേവറേറ്റ് സിനിമകളിലൊന്നാക്കി മാറ്റുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റാത്തൊരു കാര്യം ഇവർ ഓരോരുത്തരും ഇട്ടിട്ടുള്ള എഫേർട്ടാണ്. പൃഥ്വിരാജിനെ കുറേ കാലത്തിന് ശേഷം ശരിക്കും അഭിനയിക്കുന്ന, അതായത് കഥാപാത്രമായി മാറുന്ന ഒരു പെർഫോമൻസ് മികവിൽ കാണാൻ പറ്റി. അയാൾ ഫൈറ്റിന് എടുത്തിട്ടുള്ള എഫേർട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. ആ സിനിമയിൽ ഒരു വലിയ പോർഷൻ പൃഥ്വിരാജിൻ്റെ ഫൈറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിർത്താതെയുള്ള ഫൈറ്റാണ്. എത്ര ദിവസം ഞാനത് കാണുന്ന സമയത്തൊക്കെ ആലോചിക്കുക, എത്ര രാത്രി എടുത്തിട്ടുണ്ടാവും ആ രാത്രിയിലെ ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അതുപോലെ പാർവതിയുടെ ആണെങ്കിൽ നമ്മൾ കാണുമ്പോൾ ഇത്ര ഉള്ളെങ്കിൽ അത് ഒരുപാട് ലെയേർഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതിൽ മക്കൾ രണ്ടുപേരും, ഒരാൾക്ക് അവിടെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സേഫായിട്ടുള്ള കാര്യം, അവൾ അല്ലാത്ത സിറ്റുവേഷൻസിനെ അവളുടെ ബോധമനസ്സ് കണ്ടിട്ടില്ല. അപ്പം അവളുടെ ആ സേഫായിട്ടുള്ള സിറ്റുവേഷൻസിലെ ക്യൂട്ട്നെസ് കോമഡികളെല്ലാം ഉണ്ട്. അതേസമയം മൂത്ത കുട്ടിയെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അതിഗംഭീരമായിട്ടാണ്. പിന്നെ അശോകൻ ആൻഡ് ബീനാർ ചന്ദ്രൻ, ഇവർ രണ്ടുപേരുമാണ് ഈ സിനിമയിലെ എൻ്റെ ഹീറോസ്. അത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഇമോഷനാണ്. പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഈ രണ്ട് കുടുംബങ്ങളെ, രാജീവൻ മീരയും ഇവരുടെ രണ്ടുപേരുടെയും ഫാമിലിയെ നമുക്ക് കണക്ട് ചെയ്തൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലേയേഴ്സുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതുപോലെ ടെക്നീഷ്യൻസ്, ഇതിലെ വിഷ്വൽ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഗംഭീരമായിട്ടാണ് അവർ ചെയ്തത്. അതിനെ നമുക്ക് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെ കുറച്ച് കാണാൻ പറ്റില്ല. ആ എഫേർട്ട് ത്രൂ ഔട്ട് ദ സിനിമ ഉണ്ട്. അത്രയും ഗംഭീരമായിട്ട് ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും ഒക്കെ എഫേർട്ട് ഇട്ടിട്ടുള്ളൊരു പടം. പക്ഷേ അതിൻ്റെ ടോട്ടൽ പാക്കേജിങ്ങിൽ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ സൈഡിന് അവർ, അല്ലെങ്കിൽ പൊളിറ്റിക്സ് വരുമ്പോൾ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നായകൻ്റെ ഒരു ഹീറോ പരിപാടി എന്നുള്ളതിലേക്ക് സിനിമ അങ്ങോട്ട് പോയി. അതുവരെയും ഇത് സ്ക്രിപ്റ്റായിരുന്നു. എന്നുവെച്ചാൽ ഈ കഥ എന്താണോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ട് ഒരു സ്ഥലത്ത് അത് നായകന് ബാർഗെയിൻ ചെയ്യാനുള്ള ഒരു അവസരം എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചു. ഒരുപക്ഷെ അത് സിനിമയ്ക്ക് ആവശ്യമാണ് എന്ന് അവർക്ക് ഫീൽ ചെയ്തിട്ടായിരിക്കാം. പക്ഷേ അവിടെയാണ് സിനിമ ഭയങ്കര ഡൗൺ ആയി പോകുന്നത്. കാരണം ഇത് നമ്മൾ ഒരുപാട് കണ്ടതാണ്. എൻ്റെ എല്ലാത്തിലും ഉപരി മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നൊരു കാര്യത്തിന്
ഈ തിരക്കഥ കൊടുത്തിട്ടുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. ഒരുപാട് ഡീറ്റെയിലിംഗ് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല. റിവ്യൂ എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഫീൽ ചെയ്ത കാര്യങ്ങൾ പറയേണ്ടത്. സോ ആ പെർട്ടിക്കുലർ സീൻ എന്തായിരുന്നു എന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു. നിങ്ങൾ ഉദ്ദേശിച്ച സീൻ ഇതാണോ? ഇതിനകത്ത് പാർവതി പൃഥ്വിരാജിൻ്റെ കരണത്തടിക്കുന്ന ഒരു സീനുണ്ട്. എൻ്റെ മോളെ വെച്ചിട്ടാണോ നീ ഗെയിം കളിക്കുന്നത് എന്നുള്ളത്. ആ സീനാണ് കുറേ ആൾക്കാർ ഞാൻ ഈ പറഞ്ഞ രോമാഞ്ചിഫിക്കേഷൻ എന്ന് വിചാരിച്ച പോലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നുമല്ല, നമ്മളെ കോരിത്തെരിപ്പിച്ച ആസ് എ സിനിമ ഇങ്ങനൊരു സീൻ ഇൻക്ലൂഡ് ചെയ്തതിൽ കോരിത്തെരിപ്പിച്ചത് കുഞ്ഞിൻ്റെ കാര്യമാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്ന് വെച്ചാൽ സിനിമയെക്കുറിച്ചുള്ള ഒപ്പീനിയൻ അല്ല, ഈ ഒരു പെർട്ടിക്കുലർ സീൻ കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ആ സീൻ നിങ്ങളെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തത്? ആൻഡ് നിങ്ങളുടെ ചൈൽഡ്ഹുഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, നിങ്ങളുടേത് പറയാൻ പറ്റുമെങ്കിൽ മാത്രം, ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്, പറയാൻ പറ്റുമെങ്കിൽ മാത്രം അത് ഷെയർ ചെയ്യാം. അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ള മറു കമൻറ്റുകളും മറ്റ് ഡിസ്കഷൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ അനുവദിക്കുക. അതല്ലാത്ത കാര്യങ്ങൾ, പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യും. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈഡ് ചെയ്യും ചാനലിൽ നിന്ന് എന്ന് ഓർമ്മിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.